നിങ്ങളെ ഇൻട്രോ പറയും. ഇൻട്രോ നിങ്ങൾ പറയും. ഹലോ അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും തൽഫ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, നാളെ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു പുതിയ പെണ്ണും ചെക്കൻ്റെ ആൾക്കാർ ഇന്ന് വിരുന്നാണ്. അപ്പോൾ നാളെയാണ് വിരുന്ന്. അപ്പം ഇന്ന് രാത്രി ഞാനൊരു ഫ്രൂട്ട്സും ബ്രെഡും വെച്ചിട്ട് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാം. നല്ല രസം കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തൊന്നും വെക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സ് പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ഞാനൊരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 4 പുറത്തിൻ്റെ ഈ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഫ്രൂട്ട്സ് നമ്മളിവിടെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ഫ്രൂട്ട്സിലിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആപ്പിളുണ്ട്, മുന്തിരി, മാങ്ങ, പിന്നെ സ്ട്രോബെറി, അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ. മാങ്ങയാണ് തോനട്ടോ. എന്താ നിങ്ങളെ കയ്യിലുള്ള വെച്ചാൽ കയ്യിലത്തെ എന്ത് ഫ്രൂട്ട്സാണോ അത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ എല്ലാതും ഇതേപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഈ വിപ്പിംഗ് ക്രീമുമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിത് കൊടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ പൊടിയാണ്. ഇനി നമുക്കിത് ബീറ്റർ വെച്ചിട്ട് ഇതൊന്ന് ക്രീമാക്കി എടുക്കണം. അത് വെളുകിടണം. അപ്പോൾ നമ്മളെ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ അടിച്ചിട്ട് ഇതാ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാക്കാം കേട്ടോ. ബ്രെഡ് ഫസ്റ്റ് നമുക്ക് ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിൽ ഏത് പാത്രത്തിലാണോ നമ്മളിത് ബേക്കാക്കണമെന്ന് വെച്ചാൽ അതേ പാത്രത്തിൽ ഇതിങ്ങനെ സെറ്റാക്കി കൊടുക്കുക. നമ്മളിതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഫുള്ളും കവർ ചെയ്ത് കൊടുക്കും. നമ്മളിത് ഉണ്ടാക്കി വെച്ച പഞ്ചസാരപ്പാനി ഈ ബ്രെഡിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. കുതിരാൻ തരത്തിൽ ഇനി നമ്മൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ ഉണ്ടാക്കി വെച്ചുള്ള ഫ്രൂട്ട്സ് നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് കൊണ്ട് നമ്മളെ ബ്രെഡ് നിരത്തിച്ച് കൊടുക്കുക. പഞ്ചസാര പാനി കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇത് മെയിൻ ഫ്രൂട്ടിൻ്റെ ആണ് കേട്ടോ. ഫ്രൂട്ട്സ് പുഡിങ്ങാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ടാണ് ഇതിൽ കണ്ടമാനം നമ്മൾ ഫ്രൂട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാനിതേപോലെ മാങ്ങയുടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ കുറേശ്ശെ ഇതിന് മുകളിൽ കൂടെ അങ്ങനെ ഒരു ഡെക്കറേഷൻ കുറേശ്ശെ ഇതിന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്
ഇതിൽ നമ്മൾ സ്ട്രോബെറി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഫ്രൂട്ട്സ് പുഡിങ്ങിൻ്റെ പണി. ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ നമ്മളിത് ഇപ്പോൾ രാത്രിയാണ് ഞാൻ അത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളിത് എടുക്കണം, എന്നാലാണ് ഇത് സെറ്റാകുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നിങ്ങളെ കയ്യിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികളൊക്കെ ഫ്രൂട്ട് ഇങ്ങനെ കൊടുത്താൽ തിന്നാത്ത മക്കളുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കുക. നിങ്ങളെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾ മാങ്ങയുടെ ഐസ്ക്രീം ഉണ്ടാവില്ലേ, അത് മേടിക്കുക, ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.